ആശയപരവും വിശ്വാസപരവുമായ പ്രതിബന്ധങ്ങളുടെ മധ്യേ സത്യവിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ചവരായിരുന്നു സഭാപിതാക്കന്മാർ. അവർ സഭയുടെ വിശ്വാസത്തിന് രൂപവും ഭാവവും പകർന്നു. സഭയുടെ ധീരസേനാനികളായിരുന്ന അവരെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കൂടുതലായിട്ട് കാണുവാനായി പോകുക. എല്ലാവർക്കും ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആധ്യാത്മിക ജീവിതത്തിൽ പിതാവെന്നാൽ വിശ്വാസത്തിലേക്ക് ജനിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം. അതായത് യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തിയെ ജനിപ്പിക്കുക, അവന് രൂപം കൊടുക്കുക, അവനിലേക്ക് സത്യവിശ്വാസം പകരുക. നമ്മൾ ബൈബിളിൽ 1 കൊറിന്തോസ് 4:15 പരിശോധിക്കുമ്പോൾ പൗലോസ്ലീഹ ഇപ്രകാരമുള്ള ഒരു ആധ്യാത്മിക പിതാവായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ വചനം നമ്മളോട് ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം, എന്നാൽ പിതാക്കന്മാർ അധികമില്ല. സുവിശേഷ പ്രസംഗം വഴി യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ്. ആകയാൽ നിങ്ങൾ എന്നെ അനുകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും ഗലേഷ്യൻസ് 4:19 പൗലോസ്ലീഹ പറയുകയാണ്: എൻ്റെ കുഞ്ഞു മക്കളെ, നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുന്നവരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, കൊറിന്ത്യയിലെയും അതുപോലെ തന്നെ ഗലാത്യയിലെയും ഒക്കെ സഭയിലുള്ള വിശ്വാസികൾക്ക് ക്രിസ്തുവിൽ ജന്മം കൊടുത്തത്, തൻ്റെ സുവിശേഷ പ്രഘോഷണം വഴി ജന്മം കൊടുത്തത് പൗലോസ്ലീഹയായിരുന്നു. ശാരീരികമായി അവരുടെ പിതാവല്ലായിരുന്നിട്ട് കൂടെ ആധ്യാത്മികമായി പിതാവായിട്ടാണ് പൗലോസ്ലീഹ തന്നെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ സുവിശേഷ പ്രഘോഷണത്തിലൂടെയും വിശ്വാസ സത്യങ്ങളുടെ കൈമാറ്റത്തിലൂടെയും വിശ്വാസ രഹസ്യങ്ങളുടെ പ്രബോധനത്തിലൂടെയും ഒക്കെ ഓരോ വ്യക്തിയും വിശ്വാസികളുടെ പിതാക്കന്മാരായി മാറുകയാണ്. ഈ രീതിയിൽ നോക്കിയാൽ ആദിമ നൂറ്റാണ്ടുകളിൽ വിശ്വാസികളുടെ വിശ്വാസ ജീവിതത്തിലും അവരുടെ വിശ്വാസ ജീവിതത്തിലുള്ള വളർച്ചയിലും സഭയുടെ അടിസ്ഥാനപരമായ വിശ്വാസത്യങ്ങളിൽ അവരെ അരക്കെട്ടിട്ട് ഉറപ്പിച്ച് നിർത്തുന്നതിനും സഭാപിതാക്കന്മാർക്ക് വലിയ പങ്കുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് സഭയിൽ നവീനമായ പല കാര്യങ്ങളും കാണുന്നുണ്ട്. അവയുടെ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളും കാണുന്നുണ്ട്. അപ്രകാരം സഭ വിശ്വാസികളെ നയിച്ചു കൊണ്ടുപോകുന്നു. എന്നാൽ നമ്മൾ ആഴത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ സഭാപിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ഇതിൻ്റെ എല്ലാം ഉത്ഭവം കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഇന്ന് സഭയിൽ നമ്മൾ നടപ്പിലാക്കുന്ന നവീനമായ എല്ലാ രീതിയിലുള്ള പരിഷ്കാരങ്ങളുടെയും ആ ഒരു ആരംഭം അവർക്ക് പരിശുദ്ധാത്മാവ് കൊടുത്ത വലിയ ജ്ഞാനത്തിൽ നിന്നായിരുന്നു. ആദിമ നൂറ്റാണ്ടുകളിൽ പ്രാദേശിക സഭയുടെ തലവന്മാരായിരുന്ന മെത്രാന്മാരെ പിതാക്കന്മാർ എന്ന് വിളിച്ചിരുന്നു. സഭയുടെ ആധികാരികമായ പാരമ്പര്യത്തിന് സാക്ഷ്യം കൊടുത്തവരെ, അവയെക്കുറിച്ച് പഠിപ്പിച്ചവരെ സഭാപിതാക്കന്മാർ എന്ന് വിളിച്ചു തുടങ്ങിയത് 4-ാം നൂറ്റാണ്ട് മുതലാണ്. സഭാപിതാക്കന്മാർ എന്ന വാക്കുകൊണ്ട് നമ്മൾ വ്യാപകമായ അർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ആദിമ നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവ തത്വസംഹിതകളെക്കുറിച്ചും വിശ്വാസ രഹസ്യങ്ങളെക്കുറിച്ചും എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്ത സഭയുടെ ജ്ഞാനികളായ പണ്ഡിതരായിരുന്ന മേൽദൃശന്മാരെയാണ്. 4 സവിശേഷതകളാണ് പ്രധാനമായും സഭാപിതാക്കന്മാർക്ക് ഉണ്ടായിരിക്കേണ്ടത്. 1, സത്യപ്രബോധനം. 2, സഭയുടെ അംഗീകാരവും അതിൻ്റെ സ്ഥിരീകരണവും. 3, വിശുദ്ധി. 4, പ്രാചീനത. എൻ്റെ പ്രിയമുള്ളവരെ, ഇവ 4ഉം നമ്മൾ ഓരോരുത്തരുടെയും ക്രൈസ്തവ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പ്രത്യേകമായിട്ട്
സഭയെ പഠിപ്പിക്കുകയും സഭയെ പ്രബോധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ സത്യപ്രബോധനം, യേശുക്രിസ്തു സുവിശേഷത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് ഫരിസേയരുടെയും സദൂക്കയരുടെയും പുളിമാവിനെക്കുറിച്ച് നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ശിഷ്യന്മാർക്കത് കേട്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല. അവർ തങ്ങൾ അപ്പം എടുക്കാതിരുന്നതിനാൽ അതിനെക്കുറിച്ചാണ് കർത്താവ് പറയുന്നതെന്ന് ധരിച്ചു. എന്നാൽ ഈശോ ഉദ്ദേശിച്ചത് അതൊന്നുമല്ല. ഫരിസേയരുടെയും സദൂക്കയരുടെയും പ്രബോധനത്തെക്കുറിച്ചാണ്, അവരുടെ പഠിപ്പിക്കലിനെ കുറിച്ചാണ്. ഈ കാലഘട്ടങ്ങളിലും ആ വാക്കിന് വലിയ റെലവൻസ് ഉണ്ട് പ്രിയമുള്ളവരെ. എന്താണ് ഈ നാളുകളിൽ പലരും സത്യവിശ്വാസത്തിൽ നിന്ന് തങ്ങളുടേതായ തെറ്റായ പ്രബോധനങ്ങൾ മൂലം സ്വാർത്ഥപരമായ മറ്റുള്ള ആശയങ്ങൾ നിറഞ്ഞ, പലപ്പോഴും പിശാചിനാൽ സ്വാധീനിക്കപ്പെട്ട, ധനമോഹത്തിലും ജഡമോഹത്തിലുമൊക്കെ അടിസ്ഥാനപ്പെടുത്തിയ മലിനം നിറഞ്ഞ പ്രബോധനങ്ങൾ മുഖേന വിശ്വാസികളെ സത്യവിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകുന്നുണ്ട്. പല നിഷ്കളങ്കരായ ആത്മാക്കളും അതിൽ പെട്ടുപോകുന്നുണ്ട്. അവരൊന്നും തങ്ങളുടെ സുഖത്തിനു വേണ്ടിയോ പാപത്തോടുള്ള താല്പര്യം മൂലമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആസക്തികൾ മൂലമോ അല്ല സത്യപ്രബോധനത്തിൽ നിന്ന് അകന്നു പോകുന്നത്. മറിച്ച് അവർക്ക് ലഭ്യമാകുന്ന പ്രബോധനത്തെക്കുറിച്ചുള്ള ശരിയായ തിരിച്ചറിവില്ലാത്തത് മൂലമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ നാളുകളിൽ സഭാപിതാക്കന്മാരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന പ്രബോധനം അത് അപ്പസ്തോലികമാണോ, അത് സഭയുടെ വിശ്വാസത്തിനും പാരമ്പര്യത്തിനും ചേർന്ന് പോകുന്നതാണോ എന്ന് നമുക്ക് തിരിച്ചറിയുവാനായി നമുക്ക് ഓരോരുത്തർക്കും കൗദാശികമായി ലഭിച്ചിരിക്കുന്ന ആ ഒരു വിവേകം, സെൻസസ് ഫിദേയ്, അത് പരിശുദ്ധാത്മ കൃപയാൽ നമ്മിൽ ശക്തമായി പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആരും തെറ്റായ പ്രബോധനത്തിൽ കുടുങ്ങിപ്പോകുകയോ അങ്ങനെ സത്യവിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുകയോ ചെയ്യാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായി നമ്മൾ കാണുന്നത്, സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങൾക്ക് സഭയുടെ ഔദ്യോഗികമായ അംഗീകാരം വേണം. അതുമാത്രം പോരാ, സ്ഥിരീകരണവും വേണം. സഭ അവരുടെ പ്രബോധനങ്ങൾ ഇത് സഭയുടെ അടിസ്ഥാനപരമായ സത്യപ്രബോധനത്തോട് ചേർന്ന് പോകുന്നതാണ് എന്ന് അംഗീകരിക്കണം. ഇപ്രകാരം അംഗീകാരം കിട്ടാതിരുന്ന ചില പിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഒറിജിൻ എന്ന് അറിയപ്പെടുന്ന സഭാപിതാവിൻ്റെ പ്രബോധനം. ചില പ്രബോധനങ്ങൾക്ക് സഭയുടെ ഔദ്യോഗികമായ അംഗീകാരം ലഭിച്ചില്ല. അതുപോലെ തന്നെ സ്ഥിരീകരണവും. ഇന്നും നമ്മൾ പല രീതിയിലുള്ള പ്രബോധനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചിലരെയൊക്കെ അവരുടെ ആ ഒരു അഭിഷേകം മൂലം, അല്ലെങ്കിൽ അവർക്ക് ദൈവിക രഹസ്യങ്ങൾ വ്യാഖ്യാനിക്കാനും അത് പ്രബോധിപ്പിക്കാനുമുള്ള ആ ഒരു വലിയ ദൈവകർമ്മ നിമിത്തം നമ്മൾ പ്രവാചകന്മാരായി നമ്മൾ അംഗീകരിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവയ്ക്കെല്ലാം സഭയുടെ അംഗീകാരമുണ്ടോ, അല്ലെങ്കിൽ ഇതെല്ലാം സഭയുടെ പ്രബോധനത്തോട് ചേർന്ന് പോകുന്നു എന്ന് സഭ അധികാരികൾ സ്ഥിരീകരണം കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. സഭാപിതാക്കന്മാർക്കുണ്ടായിരിക്കേണ്ട മറ്റൊരു ക്വാളിറ്റി, അത് വിശുദ്ധിയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് ഈശോ പഠിപ്പിച്ചതുപോലെ നമ്മൾ പിതാവിനെ പോലെ പരിശുദ്ധിയുള്ളവരായിരിക്കണം. നമ്മളുടെ ജീവിതം കൊണ്ടാണ് നമ്മൾ സുവിശേഷം കൂടുതലായിട്ട് പ്രഘോഷിക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു വിശുദ്ധ ജീവിതത്തിന് ഉടമ അല്ല എങ്കിൽ എത്ര ആഴമേറിയ പ്രബോധനമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലും അത് ജനങ്ങളെ സ്വാധീനിക്കുകയില്ല. സഭാപിതാക്കന്മാരെ പോലെ ഈ നാളുകളിൽ ഉത്തമമായ ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ വിശുദ്ധിയിലായിരിക്കുവാനായി, ഈ വിശുദ്ധിയിൽ വളരുവാനായി നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാം. സഭാപിതാക്കന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം, അത് പ്രാചീനതയാണ്. നമ്മളത് പൗരസ്ത്യ സഭയിലേക്ക് നോക്കുമ്പോൾ AD 715 ജീവിച്ചിരുന്ന ജോൺ ഡമീഷൻ വരെയുള്ളവരെ ആ സഭയിൽ സഭാപിതാക്കന്മാരായിട്ട് പരിഗണിക്കുന്നുണ്ട്. എന്നാൽ പാശ്ചാത്യ സഭയിൽ അത് AD 615 ജീവിച്ചിരുന്ന ഇസുദോർ വരെയുള്ളവരെ മാത്രമാണ്. മേൽപ്പറഞ്ഞ 4 സവിശേഷതകളില്ലാത്ത ചിലരെ സ്ഥൂലാർത്ഥത്തിൽ സഭാപിതാക്കന്മാർ എന്ന് വിളിക്കാറുണ്ട്. അവരിൽപ്പെട്ടവരാണ് ഒറിജിൻ, തെർത്തുല്യൻ, എബിസേബീസ് തുടങ്ങിയവർ. പക്ഷേ ഇവരെ സഭയുടെ ഔദ്യോഗിക പിതാക്കന്മാരുടെ പട്ടികയിൽ പെടുത്തുന്നില്ല. കാരണം നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഇവരുടെ ചില പ്രബോധനങ്ങൾക്ക് സഭയുടെ ഔദ്യോഗികമായ അംഗീകാരവും സ്ഥിരീകരണവും ലഭിച്ചിരുന്നില്ല. ഇവരുടെ ചില പ്രബോധനങ്ങൾ
സഭയുടെ സത്യപ്രബോധനത്തിന് ചേരുന്ന രീതിയിൽ ആയിരുന്നില്ല. സഭയുടെ വിശ്വാസ രഹസ്യങ്ങളുടെയും തത്വങ്ങളുടെയും സംരക്ഷകരായിരുന്ന സഭാപിതാക്കന്മാർ സഭയുടെ സത്യപ്രബോധനത്തിന് സാക്ഷ്യം വഹിച്ചവരാണ്. ഇവരെ പറ്റിയുള്ള പഠനത്തിന് പട്രോളജി എന്നാണ് പറയുന്നത്. സഭാപിതാവും സഭാ പാരംഗതനും തമ്മിൽ വ്യത്യാസമുണ്ട്. സഭാപാരംഗതന് പ്രാചീനത ഒരു മാനദണ്ഡമായി കണക്കാക്കുന്നില്ല. നമ്മൾ അടുത്തതായി സഭാപിതാക്കന്മാരുടെ ശ്രേണിയിൽ കാണുന്നത് അപ്പസ്തോലിക പിതാക്കന്മാരെക്കുറിച്ചാണ്. ഇവർ 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെയും ജീവിച്ചിരുന്നവരാണ്. ഇവരുടെ പ്രത്യേകത, ഇവർക്ക് അപ്പസ്തോലന്മാരുടെ പ്രബോധനവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നു. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇവർക്ക് അപ്പസ്തോലന്മാരുമായി നേരിട്ട് പരിചയമുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഇക്കാരണത്താലാണ് ഇവരെ അപ്പസ്തോലിക പിതാക്കന്മാർ എന്ന് വിളിക്കുന്നത്. ഇവരുടെ കൃതികളിൽ പകുതിയും കത്തും ലേഖനങ്ങളുമാണ്, ബാക്കി സൈദ്ധാന്തികമായ പ്രബോധനങ്ങളും. ഈ അപ്പസ്തോലിക പിതാക്കന്മാരിൽ പ്രമുഖരാണ് റോമിലെ വിശുദ്ധ ക്ലമന്റ്, ബാർണബാസ്. അദ്ദേഹം ജീവിച്ചിരുന്നത് AD 98കളിലാണ്. വീണ്ടും AD 107കളിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ഇഗ്നേഷ്യസ്, വിശുദ്ധ പോളികാർപ്പ്, പാപ്പിയാസ്, ഇവരെല്ലാം അപ്പസ്തോലിക പിതാക്കന്മാരുടെ ശ്രേണിയിൽ പെടുന്നവരാണ്. ഇവർക്ക് പുറമെ പിയൂസ് 1 മാർപ്പാപ്പയുടെ സഹോദരനും ഇത് ഷെപ്പേഡ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവുമായ ഹെർമസ് എന്നൊരാളെയും അപ്പസ്തോലിക പിതാവായി സഭയിൽ പരിഗണിക്കുന്നുണ്ട്. 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി സഭയിൽ ഒരു വശത്ത് പാശ്ചാത്യ ദൈവശാസ്ത്രവും മറുവശത്ത് പൗരസ്ത്യ ദൈവശാസ്ത്രവും ശക്തിയോടുകൂടി തനതായ സമ്പന്നതയിലും വളർന്നു വന്നു. പാശ്ചാത്യ സഭയുടെ ഔദ്യോഗിക ഭാഷയായി ലത്തീൻ അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ ആ സഭയിൽ വിശ്വാസസംബന്ധമായ മേഖലകളിൽ വലിയ വളർച്ചയുണ്ടായി. പൗരസ്ത്യ പിതാക്കന്മാരായിരുന്ന വിശുദ്ധ ക്ലെമന്റ്, ഒരിജിൻ, ഡൈനീഷ്യസ് തുടങ്ങിയവർ യേശുക്രിസ്തുവിൻ്റെ ദൈവമനുഷ്യ സ്വഭാവത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിച്ചവരാണ്. ആ നാളുകളിൽ സഭയിൽ യേശുവിൻ്റെ ദൈവമനുഷ്യ സ്വഭാവത്തെക്കുറിച്ചൊരു വലിയ തർക്കമുണ്ടായിരുന്നു. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിച്ച കപ്പദോസിയയിലെ പിതാക്കന്മാർ ആ നാളുകളിൽ പൗരസ്ത്യ സഭയിലുണ്ടായിരുന്ന സഭാപിതാക്കന്മാരിൽ പ്രമുഖരാണ്. നിസാമിലെ വിശുദ്ധ ഗ്രിഗറി, നസിയാൻസിലെ വിശുദ്ധ ഗ്രിഗറി, വിശുദ്ധ ബെയ്സിൽ എന്നിവരെയാണ് കപ്പദോസിയയിലെ പിതാക്കന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ച നെസ്റ്റോറിയൻ ഭാഷണതയ്ക്കെതിരെ പൊരുതിയ വിശുദ്ധ സിറിലും പൗരസ്ത്യ പിതാക്കന്മാരിൽ പ്രമുഖനാണ്. പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്നറിയപ്പെടുന്ന മാർ അപ്രേം സുറിയാനി പൗരസ്ത്യ പിതാക്കന്മാരിൽ പ്രഥമഗണനീയനാണ്. പാശ്ചാത്യ സഭയിൽ സത്യവിശ്വാസത്തിനെതിരെ വളർന്നു വന്ന വെല്ലുവിളികളെ സമൃദ്ധമായി നേരിട്ട സഭാപിതാക്കന്മാരിൽ പ്രമുഖരാണ് വിശുദ്ധ ഹിലരി, വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ ജെറോം, വിശുദ്ധ അഗസ്റ്റിൻ തുടങ്ങിയവർ. ഇവരിൽ വിശുദ്ധ ജെറോം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പണ്ഡിതനായിട്ടാണ് അറിയപ്പെടുന്നത്. നമുക്ക് സഭയിൽ ജെറോം ബിബ്ലിക്കൽ കമൻട്രി ഇന്ന് ആ വിശുദ്ധൻ്റെ വകയുള്ള വലിയ സംഭാവനയാണ്. ഒപ്പം തന്നെ വിശുദ്ധ അഗസ്റ്റിൻ തൻ്റെ പാപകരമായ ജീവിതത്തിന് ശേഷം യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടി തൻ്റെ ജീവിതം അപ്പാടെ ക്രിസ്തുവിനായി സമർപ്പിച്ച മഹാനായ ജ്ഞാനിയായ വിശുദ്ധൻ. അദ്ദേഹം ത്രിത്വത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ വലിയ സംഭാവനകൾ സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. ആദ്യത്തെ 7 നൂറ്റാണ്ടുകളിൽ സഭയിൽ നടന്ന സാർവത്രിക സുഹൃദോസുകളിൽ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തത് ഈ സഭാപിതാക്കന്മാരായിരുന്നു. സഭയുടെ ആരാധനാക്രമത്തിൻ്റെ കാര്യങ്ങളിലും തിരുനാളുകൾ നിശ്ചയിക്കുന്ന കാര്യങ്ങളിലും ഇവരുടെ സംഭാവനകൾ വളരെ വലുതായിരുന്നു. അലക്സാണ്ട്രിയയിലെ വേദപഠനശാലയിൽ അധ്യാപകനായിരുന്നു ക്രൈസ്തവ ചിന്തകനായിരുന്ന ക്ലെമന്റ് എന്നറിയപ്പെടുന്ന തീത്തൂസ് ഫ്ലാവിയസ് ക്ലെമന്റ്. പേഗൻ മതത്തിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന അദ്ദേഹം വിദ്യാസമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു. സമകാലീനരായിരുന്ന ക്രൈസ്തവ ചിന്തകന്മാരിൽ യവന ചിന്ത ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് വിശുദ്ധ ക്ലെമന്റിനെ ആയിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ കൃതികൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്. പ്ലേറ്റോയും സ്റ്റോയിക്
ചിന്തകളുമെല്ലാം അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. ഈ അറിവുകളെല്ലാം ക്രൈസ്തവ വിശ്വാസത്തിന് യുക്തിഭദ്രവും വളരെ വ്യക്തവുമായ അടിസ്ഥാനം പകരുവാൻ അദ്ദേഹത്തെ സഹായിച്ചു. ക്ലെമന്റിൻ്റെ ശിഷ്യന്മാരിൽ സഭാചിന്തകനായ ഒറിജിൻ, ജെറുസലേമിലെ വിശുദ്ധ അലക്സാണ്ടർ എന്നിവർ ഉൾപ്പെട്ടിരുന്നു. സഭാപിതാവായ വിശുദ്ധ ക്ലെമന്റ് ജനിച്ചത് AD 150 ആഥൻസിലാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പേഗൻ മതവിശ്വാസികളായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യം മൂലം വളരെ നന്നായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിച്ചു. പിന്നീട് തൻ്റെ മതത്തിലെ ആ ഒരു നിരർത്ഥകമായ വിശ്വാസ ആചാരങ്ങൾ കണ്ടെത്തിയ അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് കടന്നു വരികയായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, വിശുദ്ധ ക്ലെമന്റിൻ്റെ ആഴമേറിയ പഠനങ്ങളും അറിവുകളും സമ്പത്തും എല്ലാം അദ്ദേഹത്തെ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് സഹായിക്കുകയാണ് ഉണ്ടായത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അറിവും പഠനവും ഒക്കെ ഏറുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു പ്രവണത കാണുന്നുണ്ട്. എന്നാൽ എളിമ നിറഞ്ഞ ഹൃദയത്തോടുകൂടി നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഇതിലൂടെയെല്ലാം നമുക്ക് ക്രിസ്തുവിൻ്റെ വലിയ സ്വാധീനവും അവിടുത്തെ വലിയ സാന്നിധ്യവും തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇതാണ് വിശുദ്ധ ക്ലെമന്റിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. തൻ്റെ മതത്തിൽ അദ്ദേഹത്തെ വളരെയേറെ ദുഃഖിപ്പിച്ചത് സാൻമാർഗികമായ അധപതനമായിരുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ധാർമ്മികമായ അധപതനം. മനുഷ്യൻ ഏത് രീതിയിലും ജീവിക്കുന്ന അവസ്ഥ, തങ്ങളുടെ ജഡത്തിൻ്റെ സുഖപ്രകാരം ജീവിതങ്ങളെ ക്രമീകരിക്കുന്ന ഒരു അവസ്ഥ, ഇത് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. എന്നാൽ അദ്ദേഹത്തിന് ഇതിൽ നിന്ന് വ്യത്യസ്തമായി ആ നാളുകളിൽ സത്യവിശ്വാസത്തെ, തങ്ങളുടെ ശരീരത്തിൻ്റെ വിശുദ്ധിയെ കാത്തുസൂക്ഷിക്കുന്ന ഒരു ജനസമൂഹത്തെ കണ്ടെത്തുവാനായി സാധിച്ചു. അതാണ് അദ്ദേഹം ക്രിസ്തുമത വിശ്വാസത്തിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം. ആ നാളുകളിൽ അദ്ദേഹം ഗ്രീസിലും ഏഷ്യ മൈനറിലും പാലസ്തീനയിലും ഈജിപ്തിലൂടെ എല്ലാം സഞ്ചരിച്ചു. മതപരമായ അറിവ് സമ്പാദനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് സത്യവിശ്വാസത്തിലേക്ക് ആ വിശുദ്ധാത്മാവിനെ നയിക്കുകയായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ, ചില യാത്രകൾ, ഇതൊക്കെ ദൈവികമായ രഹസ്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാനായി നമ്മെ സഹായിക്കും. നമ്മളുടെ മനസ്സും ശരീരവും ആത്മാവുമൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തോട് ചേർത്ത് വെക്കണമെന്ന് മാത്രം. AD 180 അലക്സാണ്ടറിലെത്തിയ വിശുദ്ധ ക്ലെമന്റ് അവിടെ ഒരു വേദപാഠശാലയിൽ പന്തേനിയൂസ് എന്നൊരു ജ്ഞാനിയെ കണ്ടുമുട്ടി. അദ്ദേഹം പന്തേനിയൂസിൻ്റെ കീഴിൽ തൻ്റെ പഠനം ആരംഭിച്ചു. AD 189 ജൂലിയൻ മാർപ്പാപ്പ അദ്ദേഹത്തെ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തി. അങ്ങനെ തൻ്റെ യാത്രയുടെ അവസാനം, അല്ലെങ്കിൽ ദീർഘമായ തൻ്റെ സത്യാന്വേഷണ യാത്രയ്ക്ക് ഒടുവിൽ പല വഴികളിലൂടെ കടന്നുപോയി അവസാനം ദൈവത്തിൻ്റെ ഹിതപ്രകാരം, അല്ലെങ്കിൽ ക്ലെമന്റിനെ കുറിച്ച് എന്തായിരുന്നുവോ സ്വർഗം നിശ്ചയിച്ചിരുന്നത്, ആ വെളിയിലേക്ക് വിശുദ്ധൻ കടന്നു വരികയായിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, ഒരു പുരോഹിതനായി മാറുക എന്നതായിരുന്നു. കർത്താവിന് വേണ്ടി തൻ്റെ ജീവിതത്തെ പൂർണ്ണമായും വിട്ടുകൊടുക്കുക, ദൈവജനത്തെ കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കുക, ഉദാശകൾ പരികർമ്മം ചെയ്യുക, ജനത്തെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ വിശുദ്ധൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എത്ര അത്ഭുതകരമായാണ് പരിശുദ്ധാത്മാവ് ഈ വിശുദ്ധനെ നയിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ ക്ലെമന്റ് അനവധി കൃതികൾ എഴുതുകയുണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് പെഡഗോഗസ്. വിശുദ്ധൻ്റെ നാഥൻ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഈ കൃതിയിൽ പ്രധാനമായും യേശു ക്രിസ്തുവിനെ വിശ്വനാഥനായും വിശ്വാസികളെ മക്കളായും ചിത്രീകരിക്കുന്നു. ഈ കൃതിയിൽ വിശുദ്ധൻ എടുത്തു കാട്ടുന്നത് യേശു ക്രിസ്തുവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. യേശു ക്രിസ്തു പിതാവിൻ്റെ ഏകപുത്രനാണെന്നും യേശു ക്രിസ്തുവിനാലാണ് ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടതെന്നുമുള്ള ആ ഒരു ജ്ഞാനത്താൽ നിറഞ്ഞായിരുന്നു അദ്ദേഹം ആ കൃതി രചിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ
യേശു ക്രിസ്തുവിനുള്ള പ്രാധാന്യം ഒരിക്കലും കുറഞ്ഞു പോകരുത്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ച് ഞാനും നിങ്ങളും ആഴത്തിൽ അറിയുവാനായി വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ച നമ്മൾ പലപ്പോഴും ആ നാമത്തെ ഉയർത്തിക്കാട്ടുന്നതിൽ, പലപ്പോഴും ആ നാമത്തെ ഏറ്റുപറയുന്നതിന്, പലപ്പോഴും ആ നാമത്തിന് സാക്ഷ്യം കൊടുക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോകുകയാണ്. നമ്മൾ ആ നാമത്തിൻ്റെ മഹനീയത, അനന്യത പലപ്പോഴും തിരിച്ചറിയുന്നില്ല. പിന്നീടുള്ള തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ കൃതി കേവലം ഒരു പ്രബോധനപരമായ കൃതിയല്ല, മറിച്ച് ക്രിസ്തു വിശ്വാസികൾക്ക് യേശുവിനോട് ഉണ്ടായിരിക്കേണ്ട നിർമ്മലമായ സ്നേഹത്തെ വളരെ വ്യക്തമായി കാണിക്കുന്ന ഒരു കൃതിയായിട്ടാണ്. ഒരു ക്രിസ്തു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ നമ്മളുടെ പ്രവൃത്തികളിൽ കാണിക്കേണ്ട ധാർമ്മികതയും, അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ മേൽ നമ്മൾ പുലർത്തേണ്ട നിയന്ത്രണത്തെയും കുറിച്ചൊക്കെ വിശുദ്ധൻ വളരെ വ്യക്തമായി ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തികളിൽ നമ്മൾ പ്രകടമാക്കേണ്ട ധാർമ്മികത, പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ളവർ ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്, അല്ലെങ്കിൽ ഈ വിശ്വാസത്തിൻ്റെ മഹനീയത മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതം കൊണ്ടാണ്. നമ്മുടെ ജീവിതം അത് ധാർമ്മികത നിറഞ്ഞതായിരിക്കണം. നമ്മുടെ ജീവിതം മറ്റുള്ളവരെ ആകർഷിക്കുന്നതായിരിക്കണം. നമ്മുടെ പെരുമാറ്റങ്ങളിൽ ആ രീതിയിലുള്ള ഒരു ശൈലി നമ്മൾ തുടരുന്നില്ല എങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുക? പലപ്പോഴും നമ്മൾ ഉന്നതമായ ആശയങ്ങളും വലിയ വലിയ കാര്യങ്ങളും പ്രസംഗിക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർ നോക്കുമ്പോൾ ഇതൊന്നും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതമാണ് പലപ്പോഴും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായി നിലകൊള്ളുന്നത്. പിന്നെ വിശുദ്ധൻ പറയുകയാണ്, നമ്മൾ മോടി പിടിപ്പിക്കേണ്ടത് ശരീരത്തെയല്ല, മറിച്ച് ആത്മാവിനെയാണ്. നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് പോലെ ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ജഡത്തിൻ്റെ മോഹങ്ങളെയും വ്യാപാരങ്ങളെയും അതിൻ്റെ ആസക്തികളെയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാൽ നമുക്ക് അടക്കുവാനായി സാധിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും പുണ്യത്തിൽ, വിശുദ്ധിയിൽ, ദൈവിക സ്വഭാവത്തിൽ നമ്മളെക്കൊണ്ട് ആഴപ്പെടുവാനോ മുൻപോട്ട് പോകുവാനോ സാധിക്കുകയില്ല. വിശുദ്ധൻ തൻ്റെ ഈ കൃതിയിൽ ആദിമ നൂറ്റാണ്ടിൽ തന്നെ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്രൈസ്തവ വിശ്വാസികളെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. വിശുദ്ധൻ്റെ മറ്റൊരു പ്രധാനമായ പ്രബോധനം, ഭൗതിക സമ്പത്ത് അതിൽ തന്നെ അപകടമല്ല എങ്കിലും പലപ്പോഴും ഭൗതിക സമ്പത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം നമ്മളെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നു എന്നാണ്. അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയം, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായി വില കൊടുക്കുന്നത് ഭൗതിക സമ്പത്തിനായി മാറുമ്പോൾ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ അന്യനായിത്തീരുന്നു. ഇത് നമുക്ക് ഒരു വലിയ നഷ്ടമാണ് എന്നാണ് വിശുദ്ധൻ പഠിപ്പിക്കുന്നത്. കാരണം നമ്മുടെ നിത്യജീവനിലേക്കുള്ള പ്രവേശനത്തിൽ ഈ സമ്പത്തിന് കാര്യമായ യാതൊരു പ്രസക്തിയുമില്ല. ഇതൊക്കെ അറിയാമെങ്കിലും പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു വലിയ പലായനത്തിൽ, അല്ലെങ്കിൽ തങ്ങളുടെ സ്വാർത്ഥപരമായ ആഗ്രഹവും മറ്റുള്ള ആസക്തികളും മൂലം മനുഷ്യനിതെല്ലാം ബോധപൂർവം മറന്നു പോവുകയാണ്. എന്നിട്ട് ഈ ഭൂമിയിൽ തനിക്ക് ആവശ്യമില്ലാത്തത്ര രീതിയിൽ സമ്പത്ത് ഒരുമിച്ച് കൂട്ടാനുള്ള വലിയ പരിശ്രമത്തിലാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ ആരാധിച്ച് വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ സഹായിക്കുന്ന രീതിയിലുള്ള ധനസമ്പാദനം മാത്രം മതി. അതാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. വിശ്വാസവും ദൈവഭയവുമാണ് വിശുദ്ധൻ പ്രതിപാദിക്കുന്ന മറ്റു രണ്ട് വിഷയങ്ങൾ. വിശ്വാസവും യുക്തിയും യോജിച്ചു പോകുന്ന കാര്യമാണ് എന്നാണ് വിശുദ്ധൻ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസം അത് യുക്തിഭദ്രമാണ് എന്നാണ് വിശുദ്ധൻ പഠിപ്പിക്കുന്നത്. വീണ്ടും വിശുദ്ധൻ പറയുകയാണ്, ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവവുമായുള്ള ഒരു വലിയ ബന്ധത്തിലേക്ക് കടന്നു വരുന്നു. അത് അവനെ ശക്തനാക്കി മാറ്റുന്നുവെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, ബലഹീനതയുള്ള അല്ലെങ്കിൽ നിസ്സാരരായ എന്നെയും നിങ്ങളെയും വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശക്തിപ്പെടുത്തുന്നത് അത് നമ്മുടെ കഴിവോ
നമ്മുടെ അറിവോ നമ്മുടെ ധനവുമല്ല, മറിച്ച് യേശു ക്രിസ്തുവിലുള്ള സകലത്തിൻ്റെയും ഉടയവനായ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. കാരണം നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്, ഉണ്ടാകട്ടെ എന്ന ഒറ്റ വചനത്താലാണ് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്ന്. അങ്ങനെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിലുള്ള വിശ്വാസം നിസ്സാരരായ നമ്മളെ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ശക്തരാക്കും. വിശുദ്ധൻ തൻ്റെ കൃതിയിൽ ഇതുതന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം അത് ദൈവഭയമാണ്. വിശുദ്ധൻ പഠിപ്പിക്കുകയാണ്, ദൈവഭയമാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടമെന്ന്. ഞാനും നിങ്ങളും ദൈവമക്കളാണ് എന്ന് അവകാശപ്പെടുന്ന ഉണ്ട് എങ്കിൽ നമുക്ക് ഏറ്റവും ആത്യന്തികമായി ഉണ്ടായിരിക്കേണ്ട ഒരു സ്വർഗീയ ദാനമാണ് ദൈവഭയം. എൻ്റെ പാപം മൂലം ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ എല്ലാം അറിയുന്നവനായ ദൈവത്തിന് മുമ്പിൽ എനിക്കെങ്ങനെ ഇങ്ങനെ നീചനായി പെരുമാറാൻ സാധിക്കും? ഈ ഒരു വലിയ ചിന്ത നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈ ദാനം നമ്മുടെ ജീവിതത്തിൽ വർഷിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ പ്രവർത്തികൾ മൂലം, നമ്മുടെ ഉപേക്ഷ മൂലം ഈ ദാനങ്ങളൊന്നും നമ്മളിൽ പ്രവർത്തിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വിശുദ്ധൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വാസം കൊണ്ട്, ദൈവഭയം കൊണ്ട്, ദൈവസ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന്. ലോകത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളിലൂടെയും കടന്നുപോയ, ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന, താൻ വിശ്വസിച്ചിരുന്ന മതത്തിൻ്റെ ജീർണത കണ്ടുകൊണ്ട് ക്രിസ്തു വിശ്വാസത്തിലേക്ക് തിരിഞ്ഞ് ആ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ആഴത്തിൽ ക്രിസ്തുവിനെ സ്നേഹിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസികളെ പ്രബോധിപ്പിച്ച, പഠിപ്പിച്ച, പരിശുദ്ധാത്മാവിൻ്റെ കൃപകളിലേക്ക് നയിച്ച ഈ സഭാപിതാവ് AD 215 തൻ്റെ നിത്യസമ്മാനത്തിനായി യാത്രയായി. നമുക്ക് ഈ നാളുകളിൽ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥം തേടാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.